ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാമത്തെ എക്സ്പെരിമെൻറ്റിലെ ഇംപ്ലിമെൻറ്റേഷൻ മെമ്മറി അലോക്കേഷൻ ഫോർ ഫിക്സഡ് പാർട്ടീഷനിലെ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതമാണ്. ഈ അൽഗോരിതം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഫിറ്റ് ഡിസ്കസ് ചെയ്തതാണ്. അതിലൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിൽ അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോസസ്സ് മെമ്മറി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറികൾ ഒരു ലിസ്റ്റ് ഓഫ് മെമ്മറി കാണും. അതൊരു മെമ്മറി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ OS ചെയ്യുന്നത് ആ പ്രോസസ്സിൻ്റെ സൈസിന് ഈക്വലോ ഗ്രേറ്റർ ദാനോ ഉള്ള ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ അത് അലോട്ട് ചെയ്യും. അത് എത്ര വലുതാണെങ്കിലും, ഇപ്പം നമ്മളൊരു 10 MB ഉള്ളൊരു പ്രോസസ്സാണ്, പക്ഷേ ഫസ്റ്റിൽ സെർച്ച് ചെയ്ത് വന്നപ്പോൾ കിട്ടിയ മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100 MB ആണെങ്കിൽ ആ 100 MB മെമ്മറി ബ്ലോക്ക് തന്നെയാണ് ഈ 10 MB ഉള്ള പ്രോസസ്സിന് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 90 MBയോളം നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനിൽ പോകും. അപ്പോൾ ഇത് ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പ്രോസസ്സിന് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏതാണോ ആ പ്രോസസ്സിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ആ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ബ്ലോക്ക്, അത് പ്രോസസ്സിൻ്റെ സൈസോ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ആ ബ്ലോക്കിന് അതുപോലെ അങ്ങ് അലോക്കേറ്റ് ചെയ്യും. നമ്മുടെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ സൈസ് എത്രയാണെന്ന് ഒന്നും നോക്കാതെ അത് അങ്ങ് അലോക്കേറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫിറ്റ്. പക്ഷേ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു ആൾട്ടറേഷൻ വരുത്തിയതാണ് ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഫിറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലായിരിക്കും. കാരണം ഒരു ചെക്കിങ് നടത്താതെ അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് മെമ്മറി ബ്ലോക്കിന് അതുപോലെ അങ്ങ് അലോട്ട് ചെയ്യും. ഇവിടെ ഈ ബെസ്റ്റ് ഫിറ്റിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ബിഗ് ഇനഫ് ടു അക്കോമഡേറ്റ് ദ പ്രോസസ് ബീയിങ് അലോക്കേറ്റഡ് മെമ്മറി. ഒരു പ്രോസസ്സിൻ്റെ മെമ്മറിക്ക് ആവശ്യമായ ഏറ്റവും സ്മോളസ്റ്റ് ഫ്രീ ബ്ലോക്കിനെയാണ് ഈ ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ സൈസ് വളരെ കുറവായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ 10 MBps ഉള്ള അല്ലെങ്കിൽ 10 MB ഉള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം 100 MB ഉള്ളൊരു ബ്ലോക്കും ദെൻ 50 MB ഉള്ളൊരു ബ്ലോക്കും ദെൻ 10 MB ഉള്ളൊരു ബ്ലോക്കും ഉണ്ടെങ്കിൽ ആദ്യം 100 MB ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അതിന് കീപ്പ് ചെയ്ത് വെച്ചിട്ട് അടുത്ത അതിലും ചെറുതുണ്ടോ എന്ന് നോക്കുമ്പോൾ 50 MBയുടെ ഒരെണ്ണം കിട്ടി. അത് കഴിയുമ്പോൾ 50 MB ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത് വീണ്ടും സെർച്ച് ചെയ്ത് നോക്കും. ഇനി അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ബ്ലോക്കിനകത്ത് 50 MBയേക്കാൾ താഴെയും 10 MB ഈക്വൽ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്ക് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിന് ആയിരിക്കും വീണ്ടും അത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഏറ്റവും ഫുൾ ബ്ലോക്കും മെമ്മറി ബ്ലോക്കും സെർച്ച് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്ത മെമ്മറി ബ്ലോക്കിനായിരിക്കും അത് അലോക്കേറ്റ് ചെയ്യും. അത് ആ ലിസ്റ്റിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് മെമ്മറി ബ്ലോക്കായിരിക്കും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ. ഇതിൻ്റെ അൽഗോരിതം ഓൾമോസ്റ്റ് മറ്റതുപോലെ തന്നെയാണ്. ഈ സെർച്ചിങ് ക്രൈറ്റീരിയയിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇവിടെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന എങ്ങനെ, വെൻ ദ പ്രോസസ് റിക്വസ്റ്റ് മെമ്മറി ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർച്ചസ് ദ ലിസ്റ്റ് ഫോർ ദ സ്മോളസ്റ്റ് ഫ്രീ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് ദ പ്രോസസ്. ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റുമായിട്ടുള്ള ഒരേ ഒരു ഡിഫറൻസ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സെർച്ചിങ്ങിൽ ഏറ്റവും സ്മോളസ്റ്റ് ഫ്രീ ബ്ലോക്ക് അതിനെയാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഫ്രീ ബ്ലോക്കിനെയാണ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത് മറ്റേതുപോലെ തന്നെ. വൺസ് എ സ്യൂട്ടബിൾ ബ്ലോക്ക് ഈസ് ഫൗണ്ട് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പ്ലിറ്റ് ദ ബ്ലോക്ക് ഇൻ ടു 2 parts if it exceeds the requested memory.
നമ്മൾ റിക്വസ്റ്റഡ് മെമ്മറിയേക്കാൾ കൂടുതലാണ് ഫ്രീ ബ്ലോക്കിൽ സ്പേസ് ഉള്ളതെങ്കിൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദ ഫസ്റ്റ് പോർഷൻ ഈസ് അലോട്ടഡ് ടു ദ പ്രോസസ് ആൻഡ് ദ സെക്കൻഡ് പോർഷൻ ഈസ് കെപ്റ്റ് ആസ് എ ഫ്രീ ബ്ലോക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഫിറ്റിൽ അതേ സ്റ്റെപ്പ് തന്നെയാണ് സെക്കൻഡിലും ചെയ്യുന്നത്. അടുത്ത, ഇഫ് നോ സ്യൂട്ടബിൾ ബ്ലോക്ക് ഈസ് ഫൗണ്ട് ദ പ്രോസസ് ഈസ് പുട്ട് ഓൺ വെയിറ്റിംഗ് ലിസ്റ്റ് അണ്ടിൽ എ ബ്ലോക്ക് ബിക്കംസ് അവൈലബിൾ. ഒരു പ്രോസസ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ മെമ്മറി ബ്ലോക്ക് ഒന്നുമില്ല എങ്കിൽ ആ പ്രോസസ്സിനെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യും. അടുത്തൊരു ഫ്രീ ബ്ലോക്ക് വരുന്നത് വരെ പ്ലേസ് ചെയ്യും. ഇനി റിപ്പീറ്റ് സ്റ്റെപ്പ് 1 to 3 അണ്ടിൽ ദ കംപ്ലീറ്റ് സെർച്ച് ഫോർ ആൾ പ്രോസസ് ഈസ് അച്ചീവ്ഡ്. എല്ലാ പ്രോസസ്സും ഈ മെമ്മറി ബ്ലോക്ക് സെർച്ച് ചെയ്ത് ഓരോ പ്രോസസ്സ് എടുത്ത് അതിൻ്റെ മെമ്മറി ബ്ലോക്ക് സെർച്ച് ചെയ്തിട്ട് ആ സെർച്ചിങ് ഫുൾ പ്രോസസ്സിൻ്റെയും കഴിയുന്നത് വരെ ഈ പ്രോസസ്സ് 1 to 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അൽഗോരിതം. ഇതും ഫസ്റ്റ് ഫിറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിറ്റിൽ നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്ത് കിട്ടുന്ന മെമ്മറി ബ്ലോക്കിന് അതുപോലെ അങ്ങ് അലോട്ട് ചെയ്യും, പിന്നെ ഒരു സെർച്ചിങ് നടക്കുന്നതല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന മെമ്മറി ബ്ലോക്കിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. ദെൻ അതിലും താഴെയുള്ള ഫ്രീ സ്പേസ് ഉള്ള മെമ്മറി ബ്ലോക്ക് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ഉണ്ടെങ്കിൽ അതിലേറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ബ്ലോക്ക് ഉള്ള ഫ്രീ ബ്ലോക്കിനെ ആയിരിക്കും ആ പ്രോസസ്സിന് അലോട്ട് ചെയ്യുന്നത്. ഇതാണ് ബെസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ മറ്റേതിൽ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. നമ്മൾ ബെസ്റ്റ് ഫിറ്റിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 6 ഫ്രീ ബ്ലോക്ക് ഉണ്ട്, ദെൻ 4 പ്രോസസ്സും ഉണ്ട്. പ്രോസസ്സിൻ്റെ എല്ലാ സൈസ് ഫസ്റ്റിന് 350, സെക്കൻഡ് 210, തേർഡ് 450, ഫോർത്ത് 400. ഇത്രയും ഡിഫറെൻറ്റ് സൈസുള്ള പ്രോസസ്സുകളാണ് നമ്മളെ മെമ്മറി റിക്വസ്റ്റ് ചെയ്യുന്നത്. മെമ്മറി ബ്ലോക്ക് ഇതൊക്കെയാണ്. ഫസ്റ്റ് ബ്ലോക്ക് 200, സെക്കൻഡ് 400, തേർഡ് 600, ഫോർത്ത് 500, ഫിഫ്ത്ത് 300, സിക്സ്ത്ത് 250. ഇനി വരുന്ന പ്രോസസ്സിന് അതേ ഓർഡറിൽ ഇവിടെ സെർച്ച് ചെയ്യും. ഫസ്റ്റ് പ്രോസസ്സ് വരുമ്പോൾ 350 ആണ്. 350 ഓർ ഗ്രേറ്റർ ദാൻ 350 ഉള്ള മെമ്മറി ബ്ലോക്ക് ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. ഫസ്റ്റ് ബ്ലോക്ക് ഫെയിലർ ആവും. സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 350യേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റിലെ കിട്ടിയ മെമ്മറി ബ്ലോക്ക്. ഫസ്റ്റ് ഫിറ്റിലാണെങ്കിൽ ഇതിനെ അതുപോലെ അങ്ങ് അലോട്ട് ചെയ്യും. പക്ഷേ ബെസ്റ്റ് ഫിറ്റിൽ ഇതിനെ അങ്ങ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും സെർച്ച് കണ്ടിന്യൂ ചെയ്യും. ഈ 400-നേക്കാൾ താഴെയുള്ള മെമ്മറി ബ്ലോക്ക് ഇതിനകത്ത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ 400 നമുക്കൊരെണ്ണം കിട്ടി, അത് ഹോൾഡ് ചെയ്ത് വയ്ക്കും. 400-നേക്കാൾ താഴെയുള്ളതും ഈ 350 എന്ന് പറയുന്ന സൈസ് ഓർ അതിൽ കൂടുതലുള്ള മെമ്മറി ബ്ലോക്ക് ഇതിന് താഴേക്കുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ 400 ഇവിടെ കിട്ടി, 600 എന്ന് പറഞ്ഞാൽ അതിലും കൂടുതലാണ്, 500 അതിലും കൂടുതലാണ്, 300 ചെറുതാണെങ്കിലും പക്ഷേ ഈ 350 എന്നുള്ള മെമ്മറി പ്രോസസ്സിനെ നമുക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് 250, അതും പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 400, 600, 500-ൽ 400 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബ്ലോക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആ സെക്കൻഡ് ബ്ലോക്കിന് ഇവിടെ അലോക്കേറ്റ് ചെയ്യും. ആ P1-ന് സെക്കൻഡ് ബ്ലോക്കിന് അലോക്കേറ്റ് ചെയ്യും. അതിനെ ഇപ്പോൾ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് 350 സ്പേസ് P1 കൊടുക്കും, ബാക്കി 50 എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ മാറും. അപ്പം ബ്ലോക്ക് 2 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് വരുന്ന പ്രോസസ്സ് 210 ആണ്, അല്ല P2 ആണ്. അതിൻ്റെ സൈസ് 210 ആണ്. അപ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇതിൽ അലോക്കേറ്റ് ചെയ്യാത്ത ബ്ലോക്കുകളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആദ്യം 200 എന്ന് പറഞ്ഞാൽ 210-നേക്കാൾ താഴെയാണ്. 200 ഓർ 200-ന് മുകളിലുള്ള ഫ്രീ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 ഫെയിലർ ആവും. 2 കൺസിഡർ ചെയ്തില്ല, കാരണം ആൾറെഡി അലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് അലോട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത 3 എടുക്കും. 3 എടുക്കുമ്പോൾ 210 ആണ്, 600 അത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഈ മെമ്മറി ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്ത് 600-ന് താഴെയും 210-നും മുകളിലുമായിട്ടുള്ള വീണ്ടും അടുത്ത ബ്ലോക്ക് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. 500 കിട്ടും. 500 600 താഴെയാണ്, 210-നേക്കാൾ മുകളിലുമാണ്. അപ്പോൾ ഈ 600-നെ റിലീസ് ചെയ്തിട്ട് 500-നെ, അതായത് ഫോർത്ത് ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യും. അടുത്ത് വീണ്ടും സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ 300 കിട്ടി. 300-ഉം 500-നേക്കാൾ കുറവും 210-നേക്കാൾ കൂടുതലാണ്. അപ്പം ഈ ഫിഫ്ത്ത് ബ്ലോക്കിലും ഈ P2 എന്നുള്ള പ്രോസസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 500-നെ റിലീസ് ചെയ്യും, 300-നെ ഹോൾഡ് ചെയ്യും.
അടുത്ത് വീണ്ടും സെർച്ച് ചെയ്യും 210 ആണ്. 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-നേക്കാൾ കുറവും 210-നേക്കാൾ കൂടുതലുമാണ്. അപ്പോൾ ഈ ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യും. 300 റിലീസ് ചെയ്തിട്ട് ഇത് ഹോൾഡ് ചെയ്യും. അപ്പോൾ 6 എന്ന് പറഞ്ഞ ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യണം. ഇനി അങ്ങോട്ട് സെർച്ച് ചെയ്യാനൊന്നുമില്ല. സെർച്ച് ചെയ്യാനുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ബ്ലോക്കായിരിക്കും ഏറ്റവും ലോവസ്റ്റ് മെമ്മറി ബ്ലോക്ക്. ഇതിനെ അലോക്കേറ്റ് ചെയ്യുക 6-നായിരിക്കും അലോക്കേറ്റ് ചെയ്യും, P2ലേക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 210 പ്രോസസ്സിന് അലോട്ട് ചെയ്യും, ബാക്കി 40 എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. അപ്പം P1 P2 കഴിഞ്ഞു. ദെൻ P3യുടെ സൈസ് 450 ആണ്. ആ 450 സൈസോ അതിന് കൂടുതൽ ഉള്ളതോ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്ക് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ആദ്യം നേരെ ഫസ്റ്റ് ബ്ലോക്കിൽ വരും, അത് 200 ആണ്. നമുക്ക് വേണ്ട 450 ആണ്. അപ്പോൾ 200 ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. P2 അലേർട്ട്, സെക്കൻഡ് ബ്ലോക്ക് ആൾറെഡി അലേർട്ടഡ് ആണ്. ദെൻ തേർഡ് ബ്ലോക്ക് 600 ആണ്. 600 to 450യേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ P3യെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്ലോക്ക് ഹോൾഡ് ചെയ്യും. അടുത്ത് വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ 500 ആണ്. 500 600-നേക്കാൾ താഴെയാണ്, 450യേക്കാൾ കൂടുതലുമാണ്. അപ്പോൾ 600-നെ തേർഡ് ബ്ലോക്കിനെ റിലീസ് ചെയ്യും, ഫോർത്ത് ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യും. ഇതാണ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നത്. അതിനെ ഹോൾഡ് ചെയ്യും. വീണ്ടും സെർച്ച് കണ്ടിന്യൂ ചെയ്യും. അടുത്ത് 450യേക്കാൾ കൂടുതലാണോ ഫിഫ്ത്ത് ബ്ലോക്ക് ഒന്ന് നോക്കും, അല്ല, അത് ചെറുതാണ്. 6th ബ്ലോക്ക് ആൾറെഡി അലോട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് നിന്ന് 4th ബ്ലോക്ക്, അതായത് 500 സൈസാണ്. ഈ 4th ബ്ലോക്കിലേക്ക് തേർഡ് പ്രോസസ്സിന് അലോട്ട് ചെയ്യും. അതിൽ 450 അത് പ്രോസസ്സിന് അലോട്ട് ചെയ്യും. 50 സ്പേസ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനായി മാറും. അപ്പോൾ P1 P2 P3 അലോട്ടായി. ദെൻ P4 ഈസ് 400 സൈസ്. അപ്പോൾ 400 എബോവ് ആയിട്ടുള്ളത് മെമ്മറി സ്പേസ് ഉള്ള ഫ്രീ ബ്ലോക്ക് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് 200 ഉള്ളൂ. സെക്കൻഡ് ആൾറെഡി അലോട്ടഡ് ആണ്. ദെൻ തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ആണ്. ഇവിടെ നമുക്ക് 400. അപ്പോൾ ഈ ബ്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ തേർഡ് ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യും. ദെൻ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ P4 എന്ന് പറഞ്ഞാൽ ആൾറെഡി P3ക്ക് നമുക്ക് അലോട്ട് ചെയ്ത് പോയി. P4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ P3ക്ക് അലോട്ട് ചെയ്ത് പോയി. ദെൻ 5th 300 ഉള്ളൂ, അത് പറ്റത്തില്ല, നമുക്ക് 400 ഉണ്ട്. 6th ആൾറെഡി അലോക്കേറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ 600 ആണ്, അതായത് തേർഡ് ബ്ലോക്കാണ്. ഈ തേർഡ് ബ്ലോക്കിനകത്തോട്ട് P4ന് അലോട്ട് ചെയ്യും. അപ്പം P4ന് അലോട്ട് ചെയ്യുമ്പോൾ 400 സ്പേസ് P4ന് കൊടുക്കും, ബാക്കി റിമൈനിങ് 200 സ്പേസ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഫിറ്റിലാണെങ്കിൽ ഇത് ഇങ്ങനെ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫസ്റ്റിലെ വരുമ്പം തന്നെ 350 ആദ്യം കാണുന്ന ഇതിലങ്ങ് അലോട്ട് ചെയ്യും. ദെൻ 210 എന്ന് പറഞ്ഞാൽ 600 അലോട്ട് ചെയ്യും. ഇവിടെ നിന്നാണ് 210 പോയത്, 6th പോയത്. അപ്പം ഇതിൽ ഇപ്പോൾ നമുക്ക് 4 പ്രോസസ്സും നമുക്ക് ഈ ഫ്രീ ബ്ലോക്കിനകത്ത് അലോട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫിറ്റ് ആയിരുന്നെങ്കിൽ ഈ 4 അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് ഫ്രീ ആയേനെ. കാരണം ഈ 210 600 പോകും. ദെൻ 450 എന്ന് പറയുന്നത് 500 പോകും. ദെൻ 400 അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് ഇല്ലാതാകുമ്പോൾ 400 P4 എന്ന് പറയുന്ന പ്രോസസ്സ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ആകും മാറും. അത് നമ്മൾ അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫ്രാഗ്മെൻറ്റേഷൻ ആ പ്രോസസ്സിൻ്റെ മെമ്മറി സ്പേസിനെ നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും പ്രോസസ്സിനെ അലോട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വരുന്ന ബ്ലോക്കിനെ നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നും പറയും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഫിറ്റ്. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ടോട്ടൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ P1-ൻ്റെത് 50 ആണ്. ദെൻ P2-ൻ്റെ 40 ആണ്. P3-യുടേത് 200 ആണ്. അല്ല, P3 എന്ന് പറഞ്ഞാൽ 50 ആണ്. P4-ൻ്റെ 200 ആണ്. അങ്ങനെ ടോട്ടൽ 50 + 200 + 50 + 40 = 350 ആണ് സം ഓഫ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഫിറ്റ് CPU ഷെഡ്യൂൾ, അല്ല മെമ്മറി അലോക്കേഷൻ. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇവിടെ നമ്മൾ മെമ്മറി സ്പേസ് സെയിം തന്നെയാണ്. പ്രോസസ്സ് 4 അതിൽ ഫസ്റ്റിലെ 350, നേരത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 210 ആയിരുന്നു, ഇവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 550 ആണ്.
തേർഡ് 510 ആണ്, ഫോർത്ത് 400. ഇങ്ങനെ 4 പ്രോസസ്സാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ മെമ്മറി ബ്ലോക്ക്. അത് ഫസ്റ്റ് പ്രോസസ്സിന് 350 ആണ്. 350 സൈസ് വരുമ്പോൾ ഇവിടെ സെക്കൻഡ് ബ്ലോക്കിലാണ് 400 വരുന്നത്. 400 ടു 350ക്കാൾ കൂടുതലാണ്. അപ്പം ഈ പ്രോസസ്സിനെ ഈ ബ്ലോക്കിനെ സെക്കൻഡ് ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യും ഫോർ പ്രോസസ് P1. ദെൻ കണ്ടിന്യൂ ദ സെർച്ചിങ് പ്രോസസ്. അടുത്ത് 350 600 നോക്കും. 600 എന്ന് 400ക്കാൾ കൂടുതലാണ്. നമുക്ക് 400 താഴെയുള്ള സ്പേസുള്ള മെമ്മറി സ്പേസ് ബ്ലോക്ക് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. 400 ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, 600 ഹോൾഡ് ചെയ്യത്തില്ല, 500 ഹോൾഡ് ചെയ്യത്തില്ല, കാരണം അത് രണ്ടും 400ക്കാൾ കൂടുതലാണ്. അടുത്തത് 300 ആണ്. 350യേക്കാൾ ചെറുതായിപ്പോയി, അപ്പോൾ അതും എടുക്കാൻ പറ്റില്ല. ദെൻ 250 350യേക്കാൾ ചെറുത്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് 400 ആണ് ഏറ്റവും ലോവസ്റ്റ് മെമ്മറി സ്പേസ്. ആ ബ്ലോക്കിന് നമ്മൾ P1 എന്നുള്ള പ്രോസസ്സ് അലോട്ട് ചെയ്യുന്നു. ദെൻ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 50 വരുന്നു. ദെൻ അടുത്തത് 550 ആണ്. 550 ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കും, പറ്റത്തില്ല. സെക്കൻഡ് ഓൾറെഡി അലോട്ടഡ് ആണ്. തേർഡ് ബ്ലോക്ക് 600 ആണ്. 600ൽ 500 അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് ഹോൾഡ് ചെയ്യും. ദെൻ അടുത്ത് 500 നോക്കുമ്പോൾ അത് ചെറുതാണ്, 300 ചെറുതാണ്, 250 ചെറുതാണ്. അപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന മെമ്മറി ബ്ലോക്കായ തേർഡ് ബ്ലോക്ക് നമ്മൾ P2ന് വേണ്ടി അലോട്ട് ചെയ്യും. 550 പോയിട്ട് ബാക്കി 50 സ്പേസാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ദെൻ തേർഡ് പ്രോസസ്സ് 510 ആണ്. 510 സെർച്ച് ചെയ്യുമ്പോൾ ഇത് പറ്റത്തില്ല. ദെൻ ഇത് ആൾറെഡി അലോട്ട് ചെയ്ത് പോയി. ദെൻ P3 ഓൾറെഡി 600 അലോട്ട് ചെയ്ത് പോയി. ദെൻ 500 ആണ്, അതും പറ്റത്തില്ല. ഇത് 510 ആണ്, പറ്റത്തില്ല. 300 പറ്റത്തില്ല, 250 പറ്റത്തില്ല. അപ്പോൾ P3 എന്ന് പറയുന്നത് 510 സ്പേസ് ഉള്ള പ്രോസസ്സിനെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്കുകളിലൊന്നും അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ P3 എന്നുള്ള പ്രോസസ്സിനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ. ദെൻ അടുത്ത പ്രോസസ്സ് P4 എടുക്കും. P4 400 ആണ്, 200ൽ പറ്റത്തില്ല. ദെൻ 400 ഓൾറെഡി അലോട്ട് ചെയ്ത് പോയി. ദെൻ P3 അതും ആൾറെഡി അലോട്ട് ചെയ്ത്, തേർഡ് ബ്ലോക്ക് അത് ഓൾറെഡി P2ന് അലോട്ട് ചെയ്ത് പോയി. ദെൻ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 500 ആണ്. ഇത് നമ്മുടെ 400 ഉള്ളൂ. അപ്പോൾ ഈ ബ്ലോക്കിനെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും അടുത്ത സെർച്ച് ചെയ്യും. 300 ആണ്, ദെൻ 250 ആണ്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 500 ആണ്. ഈ ബ്ലോക്കിന് P4ന് അലോട്ട് ചെയ്യും. അതിൽ 400 സ്പേസ് നമ്മൾ P4ന് കൊടുക്കും. 100 സ്പേസ്, അതായത് 500 - 400, ഈ 100 സ്പേസ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനായി മാറും. അപ്പോൾ ഇത് ആണ് നമ്മളെ ബെസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ. ഇവിടെ നമ്മൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ P1 എന്നുള്ള പ്രോസസ്സ് 50 ആണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അടുത്ത P2 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ 50 ആണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ദെൻ P3 വെയിറ്റിംഗ് ലിസ്റ്റാണ്. ദെൻ P4 400 കഴിഞ്ഞ് ബാക്കി 100 ആണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഈസ് ഈക്വൽ ടു 50 + 50 + 100, അതായത് 200 ആണ് ഇൻ ദ മെമ്മറി ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഫിറ്റ് മെമ്മറി അലോക്കേഷൻ അൽഗോരിതം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എന്നാലും അടുത്ത നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ നോക്കാം. പ്രോഗ്രാം നമ്മൾ ആൾറെഡി ഫസ്റ്റ് ഫിറ്റിൻ്റെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അൽഗോരിതം മനസ്സിലായി കാണുന്നു. ഈ അൽഗോരിതത്തിൽ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ചേഞ്ച്. ഈ ചേഞ്ച് മാത്രം നമ്മൾ വരുത്താനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ മാത്രം, ആൾട്ടറേഷൻസ് മാത്രം ഫസ്റ്റ് ഫിറ്റിൽ നടത്തി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ബെസ്റ്റ് ഫിറ്റായി മാറും. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഫസ്റ്റ് ഫിറ്റിൽ ഫസ്റ്റ് ഒക്കറൻസ്, അതായത് ഈ നമ്മുടെ ഏത് പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി റിക്വസ്റ്റ് ചെയ്യുന്നത് ആ പ്രോസസ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് മെമ്മറി ബ്ലോക്കിന് ആ പ്രോസസ്സിന് അലോട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫിറ്റ്. പക്ഷേ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സ്പേസ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ഒരെണ്ണം കിട്ടുന്നതിന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന മെമ്മറി ബ്ലോക്കിനേക്കാൾ കുറഞ്ഞതും നമ്മളെ പ്രോസസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെമ്മറി ബ്ലോക്ക് ഉണ്ടോയെന്ന് വീണ്ടും സെർച്ച് ചെയ്ത് പോകും. ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിൻ്റെ എൻഡ് ഓഫ് ബ്ലോക്ക് വരെ പോകുമ്പോൾ ഏത് മെമ്മറി ബ്ലോക്കാണോ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് ആ മെമ്മറി ബ്ലോക്കിനെ ആയിരിക്കും
ആ പ്രോസസ്സിന് അലോട്ട് ചെയ്യുന്നത്. ഇത്രയും ഒരു ചേഞ്ച് മാത്രമേ ഈ ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും ആയിട്ട് ഉള്ളൂ. ഈ ചേഞ്ച് നമ്മൾ ആ ഫസ്റ്റ് ഫിറ്റ് പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രോഗ്രാം ബെസ്റ്റ് ഫിറ്റായി മാറും. എന്തായാലും നിങ്ങൾക്ക് ഈ അൽഗോരിതം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ കഴിയുന്നത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല, നമുക്ക് ഒരു രീതിയിലും അങ്ങോട്ട് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം ഞാനിവിടെ ഒരു പ്രോഗ്രാം കാണിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം അതുപോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ആ ചേഞ്ചസ് എന്താണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ വേണ്ടത്, ആ ചേഞ്ചസ് അതുപോലെ വരുത്തുക. നിങ്ങളുടെ അൽഗോരിതത്തിനകത്ത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങളുടെ കൺസെപ്റ്റിനകത്ത് എഫക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല എങ്കിൽ ഈ ഞാൻ കാണിക്കുന്ന പ്രോഗ്രാം നോക്കുക, അതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കിയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് കറസ്പോണ്ടിങ് ചേഞ്ചസ് വരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പ്രോഗ്രാം എഴുതാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് എല്ലാ ഈ KTUവിൻ്റെ ബിടെക് കരിക്കുലമായിട്ടുള്ള എല്ലാ ലാബുകളുടെയും എക്സ്പെരിമെൻറ്റുകൾ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കത് കറക്റ്റ് ടൈമിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത് ഞാൻ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഞാൻ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഫിറ്റ് എന്നുള്ള പ്രോഗ്രാമിനെ ഒന്ന് കോപ്പി ചെയ്ത് ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് കോപ്പി ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്കതിനെ അങ്ങ് മോഡിഫൈ ചെയ്യാം. ഫസ്റ്റ് ഫിറ്റിൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് അത് തൊട്ട് പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. തൊട്ടുമ്പോൾ 8A എക്സ്പെരിമെൻറ്റ് 8Aയിൽ ഫസ്റ്റ് ഫിറ്റിൻ്റെ പ്രോഗ്രാം കിടപ്പുണ്ട്. ആ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ട് നമുക്കതിനെ ബെസ്റ്റ് ഫിറ്റിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പം ഞാനതിനെ കോപ്പി ചെയ്യാണ്. ഇതാണ് നമ്മൾ ചെയ്ത പ്രോഗ്രാം. അതിനെ ഞാൻ ബെസ്റ്റ് ഫിറ്റിലേക്ക് മാറ്റുക. ഇനി ആ പ്രോഗ്രാമിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിറ്റിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ സ്ട്രക്ചർ, നമ്മളെ മെമ്മറി ബ്ലോക്കിൻ്റെ സ്ട്രക്ചറും പ്രോസസ്സിൻ്റെ സ്ട്രക്ചറും സെയിം തന്നെയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു സ്ട്രക്ചർ വേരിയബിൾ രണ്ടെണ്ണത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും പ്രോസസ്സിൻ്റെയും 2 സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്പർ ഓഫ് ബ്ലോക്കും നമ്പർ ഓഫ് പ്രോസസ്സുമാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നത്. ഇനി കുറച്ച് വേരിയബിൾ 1-2 വേരിയബിൾ കൂടെ വേണം. നമുക്കതിനെ പ്രോഗ്രാമിൻ്റെ കൂടെ നമുക്ക് ചേഞ്ച് ചെയ്ത് പോവാം. ഇനി എൻ്റർ നമ്പർ ഓഫ് ബ്ലോക്ക്സ് എടുക്കുന്നു. എൻ്റർ സൈസ് ഓഫ് ഈച്ച് ബ്ലോക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇവിടെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ആദ്യം കിട്ടുന്ന ഹയസ്റ്റ് മെമ്മറി ബ്ലോക്കിന് അല്ല. അത് നമ്മൾ ഫസ്റ്റ് ഫിറ്റിലാണ് അലോട്ട് ചെയ്യുന്നത് പ്രോസസ്സിന് വേണ്ടി. ഇവിടെ ബെസ്റ്റ് ഫിറ്റിലാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനേക്കാൾ ചെറുതായിട്ടുള്ള അടുത്ത മെമ്മറി ബ്ലോക്ക് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്ലോക്കിനേക്കാൾ ചെറുതായ അപ്പോൾ ഒരു റെഫറൻസ് ബ്ലോക്ക് നമുക്ക് വേണം. ഒരു റെഫറൻസ് ബ്ലോക്ക് വെച്ചിട്ട് ആ ബ്ലോക്കിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ റാൻഡമായിട്ടുള്ള മെമ്മറി സൈസുള്ള ബ്ലോക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിലെ ഏറ്റവും ഹയസ്റ്റ് ബ്ലോക്കിനെയാണ് അല്ലെങ്കിൽ നമ്മളൊരു റെഫറൻസ് ബ്ലോക്കായിട്ട് വയ്ക്കുന്നു. ദെൻ അതിനേക്കാൾ താഴോട്ടുള്ള ബ്ലോക്ക് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു റെഫറൻസ് ബ്ലോക്ക് വേണമെങ്കിൽ നമ്മളൊന്ന് ഒരു ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഉള്ളൊരു നമ്പർ വയ്ക്കുക. അതൊരു കറക്റ്റ് പ്രൊസീജിയർ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റാൻഡമായിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് എക്സാമ്പിളിൽ കുറച്ച് മെമ്മറി ബ്ലോക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെമ്മറി ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് മെമ്മറി ബ്ലോക്ക് ഏതെന്ന് പറഞ്ഞാൽ 600 ആണ്.
ഈ 600-നേക്കാൾ താഴെ ഉള്ള മെമ്മറി ബ്ലോക്കുകളാണ് നമ്മളിപ്പോഴും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 600 ആണ്. അപ്പോൾ ഇതുപോലെ മെമ്മറി ബ്ലോക്ക് എടുക്കുമ്പോൾ അതിൽ വരാവുന്ന ഏറ്റവും ഹയസ്റ്റ് ബ്ലോക്കിനെ നമ്മൾ റെഫറൻസ് ബ്ലോക്കായിട്ട് വയ്ക്കുക. എന്നിട്ട് അതിന് താഴോട്ടുള്ള മെമ്മറി ബ്ലോക്കുള്ള ഫ്രീ ആയിട്ടുള്ള ബ്ലോക്കുകളെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് പ്രോസസ്സിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്ലോക്ക് നമ്മൾ റീഡ് ചെയ്യുന്നു. പ്രോഗ്രാം വഴിയിൽ നമ്മൾ മെമ്മറി ബ്ലോക്ക് ഓരോന്നായിട്ട് ഇവിടെ നമ്മൾ റീഡ് ചെയ്യണം. ഇവിടെയാണ് റീഡ് ചെയ്യുന്നത്. റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ പാരലായിട്ട് അതിലെ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ബ്ലോക്ക് ഏതാണെന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഫസ്റ്റ് നമ്മുടെ ഈ അൽഗോരിതത്തിൽ ഇത്രയും എക്സർസൈസിൽ ഇത്രയും ബ്ലോക്ക് തന്നിട്ടുണ്ട്. അതിൽ 600 നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പം 600 കണ്ടുപിടിച്ച്. ഇത് ആക്ച്വലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലോക്കിനെ 0 ആക്കി വയ്ക്കുന്നു. ഈ വരുന്ന സൈസ് ആ 0യേക്കാൾ കൂടുതലാണെന്ന് നോക്കും. ആണെങ്കിൽ ആ ഈ 200-നെ ഹയസ്റ്റ് ആക്കുന്നു. ദെൻ അടുത്ത ബ്ലോക്ക് വരുന്നു ഈ നിലവിലെ ഹയസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഹയസ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിനെ ഹയസ്റ്റ് ആക്കുന്നു. ദെൻ അടുത്തത് വരുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ഇതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് മെമ്മറി ബ്ലോക്ക് നമ്മൾ ആ വേരിയബിളിനകത്ത് കാണും. അപ്പോൾ ഞാനിവിടെ അതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബെസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാനിവിടെ വയ്ക്കുകയാണ്. SIF എന്നാണ് സം ഓഫ് ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഞാനിവിടെ ബെസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ 0 ആക്കി വയ്ക്കുന്നു. ഇനി നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് നമ്പർ കൂടെ വേണം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ഫസ്റ്റിൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതാണെങ്കിൽ നമുക്ക് ആ ആ ലൂപ്പ് വേരിയബിൾ കൊടുത്താൽ മതി ആ ബ്ലോക്ക് ഇതാണ്. പക്ഷേ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഇതല്ല ബ്ലോക്ക് നമ്പർ. അപ്പോൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമുക്ക് ബ്ലോക്ക് നമ്പറായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ ബ്ലോക്ക് നമ്പറിനും വേണ്ടി ബെസ്റ്റ് ബ്ലോക്കിനും കൂടെ ബ്ലോക്ക് നമ്പർ ഒന്ന് ബ്ലോക്കും ഒന്ന് ബ്ലോക്ക് നമ്പർ ബെസ്റ്റ് ബ്ലോക്ക് നമ്പറും കൂടെ വയ്ക്കുന്നു. 2 വേരിയബിൾ വയ്ക്കുന്നു. അതിൽ ഫസ്റ്റ് വേരിയബിളിനെ ഞാൻ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ മെമ്മറി ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോഴും നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുക. ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ബ്ലോക്ക് ഓഫ് I ഡോട്ട് സൈസ്, ആ സൈസ് നമ്മുടെ നിലവിലെ ബ്ലോക്കിനേക്കാൾ ബെസ്റ്റ് ഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ബെസ്റ്റ് ബ്ലോക്കിനേക്കാൾ കൂടുതലാണോ എന്നാണ് നോക്കുന്നത്. ആണെങ്കിൽ അതിനെ ബെസ്റ്റ് ബ്ലോക്കാക്കി മാറ്റുക. ദെൻ ബെസ്റ്റ് ബ്ലോക്ക് ഈസ് ഈക്വൽ ടു ബെസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് I ഡോട്ട് സൈസ്. ഇതിനെങ്ങ് നമ്മൾ ബെസ്റ്റ് ബ്ലോക്കാക്കി മാറ്റുന്നു. ഇതാണ് നമ്മൾ നിലവിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ബിഗ്ഗസ്റ്റ് ബ്ലോക്കിനെ നമ്മൾ റഫറൻസ് ബ്ലോക്കാക്കി വയ്ക്കുന്നു. ഈ റഫറൻസ് ബ്ലോക്കിനെ വെച്ചിട്ടാണ് നമ്മളിനി ഓരോ ഇത് കമ്പയർ ചെയ്ത് നോക്കുന്നത്. ഓരോ പ്രോസസ്സിൻ്റെയും മെമ്മറി സ്പേസ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ റഫറൻസ് ബ്ലോക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് അതിനകത്തുള്ളത്. ഇനി നമ്മൾ നമ്പർ ഓഫ് പ്രോസസ്സ് എടുക്കുന്നു, പ്രോസസ്സിനെ റീഡ് ചെയ്യുന്നു. അത് മറ്റേ ഫസ്റ്റ് ഫിറ്റിന് അതേപോലെ നമ്മളങ്ങ് റീഡ് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ സെർച്ചിങ് ക്രൈറ്റീരിയ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ബിറ്റിൽ ഇവിടെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു റഫറൻസ് ബ്ലോക്ക് ഞാൻ വെച്ചു. ആ റഫറൻസ് ബ്ലോക്കിനെ ഞാനൊരു ടെമ്പററി വേരിയബിളിലോട്ട് അങ്ങ് അസൈൻ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ റഫറൻസ് ബ്ലോക്ക് വീണ്ടും ചേഞ്ചായി ഒരു പ്രോസസ്സിന് ആ ഏറ്റവും ലോവസ്റ്റ് ബ്ലോക്കിന് നമ്മൾ കിട്ടുന്നു. ദെൻ വീണ്ടും നമ്മൾ അടുത്ത പ്രോസസ്സിന് വീണ്ടും ഫ്രീ ബ്ലോക്കിൽ ആദ്യം മുതൽ എടുക്കുമ്പം നമ്മൾ ഈ ബെസ്റ്റ് ബ്ലോക്ക് അങ്ങ് ചേഞ്ചായി പോകും. അത് ചേഞ്ചായി പോയതിനെ നമ്മൾ വീണ്ടും കാരണം ഈ 600 വെച്ച് തന്നെയാണ് എല്ലാ പ്രോസസ്സിൻ്റെയും ഇത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 600 നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് നമ്മളത് അടുത്ത പ്രോസസ്സ് വരുമ്പോൾ വീണ്ടും ഈ പ്രോസസ്സിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ 600 വെച്ച് തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ഈ നിലവിലെ ഫ്രീ ബ്ലോക്കിലെ ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ നമ്മൾ അത് പിന്നെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ബെസ്റ്റ് ബ്ലോക്കിനെ അതിനകത്തോട്ട് വയ്ക്കുന്നു. ബെസ്റ്റ് ബ്ലോക്കിനെയാണ് അങ്ങോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് ഡിക്ലെയർ ചെയ്യാണ് ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അതിനെ ഞാൻ ബെസ്റ്റ് ബ്ലോക്കിനകത്ത് വെച്ചു.
ഇനി ആണ് നമ്മൾ സെർച്ചിങ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് സ്മോളസ്റ്റ് മെമ്മറി ബ്ലോക്ക്, ഈ നമ്മുടെ പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് മെമ്മറി ബ്ലോക്കാണ് നമ്മൾ കണ്ടുപിടിച്ച് ഇതിനകത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് ഫിറ്റിലെന്ന് പറഞ്ഞാൽ കൈ കിട്ടുന്ന അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ബ്ലോക്കിനെ വെക്കുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫിറ്റ് അങ്ങനെയല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫിറ്റ്, ഈ ബെസ്റ്റ് ബ്ലോക്കിനെ എടുത്ത് ടെമ്പററി ആയിട്ട് വെച്ചു. ഇനി ഞാൻ ബെസ്റ്റ് ബ്ലോക്കുമായിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഫ്രീ ആണെന്ന് നോക്കുന്നു. ഫ്രീ ആണെങ്കിൽ ഇവിടെയാണ് നമ്മൾ നോർമലി കമ്പയർ ചെയ്യുന്നത്. PFI അത് നമ്മുടെ മറ്റേ ഇതിനകത്തുള്ള സെർച്ചിങ് ആണ്, ഫസ്റ്റ് ഫിറ്റിനകത്തുള്ള സെർച്ചിങ്. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൂടെ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ മാത്രം പോരാ, എങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ മാത്രം പോരാ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ചെറുതുമാണെങ്കിൽ, ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ബ്ലോക്ക് എടുക്കുന്നു, നമ്പർ ഓഫ് പ്രോസസ്സ് എടുക്കുന്നു, ഒരു പ്രോസസ്സിനെ എടുത്ത് നമ്പർ ഓഫ് ബ്ലോക്സിനകത്ത് വെച്ചിട്ട് ഫസ്റ്റ് ബ്ലോക്കിന് ചെക്ക് ചെയ്യണം. ആ ബ്ലോക്കിൻ്റെ സൈസ് പ്രോസസ്സിൻ്റെ സൈസിനേക്കാൾ കൂടുതലാണോ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ PFI അതായത് പ്രോസസ്സിൻ്റെ സൈസ് നമ്മളെ ബ്ലോക്കിൻ്റെ സൈസിനേക്കാൾ കുറവോ ഈക്വൽ ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിറ്റിൽ, പക്ഷേ ഇവിടെ നമ്മൾ ബെസ്റ്റ് ഫിറ്റിൽ വരുമ്പോൾ ഇതൊരു കണ്ടീഷൻ. ദെൻ ഇനി അടുത്ത് നമ്മൾ ആൾറെഡി ഒരു റെഫറൻസ് ബ്ലോക്ക് ഉണ്ട്. ആ റെഫറൻസ് ബ്ലോക്കിനേക്കാൾ കുറവാണോ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് നമ്മൾ ബ്ലോക്ക് സൈസിൽ നിന്ന് പ്രോസസ്സിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ നിലവിൽ ചെയ്തു വച്ചിരിക്കുന്ന ബെസ്റ്റ് ബ്ലോക്കിനേക്കാൾ ചെറുതാണോ, അതായത് നമ്മൾ 600 ആണ് നമ്മളെ പ്രോസസ്സിൻ്റെ സൈസ്, 600 - 600 0 ആയിപ്പോവും. അപ്പോൾ നമ്മളെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനുള്ള ബ്ലോക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളെ ബെസ്റ്റ് ബ്ലോക്കാണ് നമ്മളെ റെഫറൻസ് ബ്ലോക്ക്. ആ റെഫറൻസ് ബ്ലോക്കിനേക്കാൾ ചെറുതാണോ റെഫറൻസ് ബ്ലോക്ക് ഗ്രേറ്റർ ദാനും. ഇനി നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ jth പൊസിഷനിലിരിക്കുന്ന സൈസ് മൈനസ് പ്രോസസ്സിൻ്റെ ith പൊസിഷനിലിരിക്കുന്ന പ്രോസസ്സിൻ്റെ സൈസ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ കിട്ടുന്നത്. ഈ ഫ്രാഗ്മെൻറ്റേഷനേക്കാൾ കൂടുതലാണോ ബെസ്റ്റ് ബ്ലോക്ക് ആണെന്ന് നോക്കും. ആണെങ്കിൽ നമുക്ക് അതിനെയാണ്, അതായത് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ കുറവും ബെസ്റ്റ് ബ്ലോക്ക് കൂടുതലുമാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് ബ്ലോക്കിനെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാക്കി മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഓൾട്ടറേഷനാണ് വരുത്തുന്നത്. അടുത്തത് വീണ്ടും സെർച്ച് ചെയ്ത് പോകാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് ബ്ലോക്കിനെ, അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ബ്ലോക്ക് വലുതും ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ചെറുതുമാണെങ്കിൽ ഈ ബ്ലോക്കിനെയാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പം ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ J ആണ്. കാരണം ഈ ബ്ലോക്കാണ് ബെസ്റ്റ് ബ്ലോക്കിനേക്കാൾ ചെറുത്. അപ്പോൾ ഈ ബ്ലോക്കിനെ ബെസ്റ്റ് ബ്ലോക്കാക്കി മാറ്റുന്നു. നിലവിലെ ബെസ്റ്റ് ബ്ലോക്ക് വലുത് ആയതുകൊണ്ട് ഈ ബ്ലോക്കിനെ ബെസ്റ്റ് ബ്ലോക്കാക്കി മാറ്റുന്നു. അടുത്ത് ബെസ്റ്റ് ബ്ലോക്ക്, ആ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ നമ്മളെവിടെയും കൊടുക്കുക. ബ്ലോക്ക് J ഡോട്ട് സൈസ് മൈനസ് PFI ഡോട്ട് സൈസ്. അപ്പം ബെസ്റ്റ് ബ്ലോക്ക് നമുക്ക് ഇതായിട്ട് കിട്ടി. ഇത് നമ്മൾ ഇവിടെ അല്ല ചെയ്യേണ്ടത്, ഫുൾ സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ കണ്ടീഷനിൽ നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെർച്ചിങ് കഴിഞ്ഞ് ഈ ഇൻറ്റേർണലോ, അതായത് നമ്മളെ ബ്ലോക്ക് മൊത്തം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബ്ലോക്ക് മൊത്തം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടതെന്ന് ബെസ്റ്റ് ബ്ലോക്കിൻ്റെ നമ്പർ. നമ്മൾ ഈ ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ ഇനിഷ്യലി നമ്മളിതിനെ 0 ആക്കി വയ്ക്കുക. കാരണം
നമ്മളെ പ്രോസസ്സ് നിലവിലെ ബ്ലോക്കിനേക്കാൾ കൂടുതലായി പോകണമെങ്കിൽ ഒരു ബ്ലോക്ക് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബ്ലോക്ക് നമ്പർ 0 ആക്കി വയ്ക്കുന്നു. കാരണം 0th ബ്ലോക്ക് ഇല്ല. കാരണം നമ്മളെ ബ്ലോക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. അപ്പോൾ നമ്മളതിനെ ഇനിഷ്യലി 0 ആക്കി വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യും. ഈ ബ്ലോക്ക് മൊത്തം സെർച്ച് ചെയ്തതിന് ശേഷം ഈ ബ്ലോക്ക് ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ അത് ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ 0 ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോട്ട് ഈക്വൽ ടു 0, അതായത് 0 അല്ല എങ്കിൽ ഇവിടെ ഒരു അലോട്ട്മെൻറ്റ് നടന്നു, ഒരു ബ്ലോക്കിനെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടി എന്നാണ് നോട്ട് ഈക്വൽ ടു 0. കാരണം ഇവിടെ ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ ജെ എന്ന് വരും. അപ്പോൾ അതൊരു നോൺ സീറോ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബെസ്റ്റ് ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് നമ്പർ ആയിരിക്കും ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, അതായത് ആ ബ്ലോക്കിനെ നമ്മൾ ബിസിയാക്കി മാറ്റും. ഫ്രീ അല്ല, നേരത്തെ ഫ്രീ ആയിരുന്നു, ഇവിടെ ചെക്ക് ചെയ്താൽ ഫ്രീ ആയിരുന്നു. ആ ബ്ലോക്കിനെ നമ്മൾ ബിസിയാക്കി മാറ്റുന്നു. അപ്പം ബ്ലോക്ക് ഓഫ് ഏത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ ഡോട്ട് അതിൻ്റെ സ്റ്റാറ്റസാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സ്റ്റാറ്റസ് ഈസ് ഈക്വൽ ടു ബിസി എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഇതാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ബ്ലോക്കിൻ്റെ ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ ഡോട്ട് ഫ്രാഗ്മെൻറ്റേഷൻ ഫ്രാഗ്മെൻറ്റ്സ് ഈക്വൽസ് നമ്മൾ ബ്ലോക്ക് ബെസ്റ്റ് ബ്ലോക്ക് ഡോട്ട് സൈസ് മൈനസ് പി ഓഫ് ഐ ഡോട്ട് സൈസ്. ഐത്തിരി എപ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. അത് നമ്മൾ വയ്ക്കുന്നു. ദെൻ ആ പ്രോസസ്സിൻ്റെ ബ്ലോക്ക് നമ്പറിന് അതായത് നമ്മൾ ബ്ലോക്ക് ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട്, ഏത് പ്രോസസ്സിന് ഏത് ബ്ലോക്ക് ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഫീൽഡുണ്ട്. ആ ഫീൽഡിൽ കൂടെ നമ്മളെ പ്രോസസ്സിൻ്റെ ആ ഫീൽഡ് ഐ ഡോട്ട് ബ്ലോക്ക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്മളെ ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ. ഇത്രയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൂടെ നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫോർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ആൾറെഡി ബെസ്റ്റ് ബ്ലോക്ക് നമ്പറിന് നോൺ സീറോ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടി. അടുത്ത പ്രോസസ്സ് വരുമ്പം വീണ്ടും അതിനെ ഇനിഷ്യലൈസ് ചെയ്ത് 0 ആക്കി വയ്ക്കുക. അപ്പം ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്ന ഫീൽഡിന് നമ്മൾ വീണ്ടും 0 ആക്കി വയ്ക്കുക. ബെസ്റ്റ് ബ്ലോക്ക് നമ്പർ ഈസ് ഈക്വൽ ടു 0. ദെൻ നമ്മളിവിടെ ബെസ്റ്റ് ബ്ലോക്കും ചേഞ്ചായി വന്നു. അടുത്ത് വരുമ്പോൾ നമ്മൾ നിലവിലെ ടെമ്പറിലിരിക്കുന്ന ഹയസ്റ്റ് ബ്ലോക്ക് വീണ്ടും റീലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെസ്റ്റ് ബ്ലോക്ക് ഈസ് ഈക്വൽ ടു ടെമ്പറിലിരിക്കുന്നതിന് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രോസസ്സ് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, എറർ ഉണ്ടോ എന്ന് നോക്കാം. എററൊന്നുമില്ല. നമുക്കിനി റൺ ചെയ്യാം. /a ഡോട്ട് നമുക്ക് ഈ സാമ്പിൾ ഡാറ്റ തന്നെ കൊടുക്കാം. ഇവിടെ കൊടുക്കുന്ന സാമ്പിൾ ഡാറ്റ ഇത് തന്നെ കൊടുക്കാം. നമ്പർ ഓഫ് ബ്ലോക്സ് 6. ഓരോ ബ്ലോക്കിൻ്റെ വാല്യൂ കൊടുക്കുക. 200, 400, 600, 500,
300 250 ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നമ്മളെ പ്രോസസ്സ് 4 ഫസ്റ്റ് പ്രോസസ്സിൻ്റെ സൈസ് 350, സെക്കൻഡിൻ്റെ 210, തേർഡിൻ്റെ 410 450, ഫോർത്തിൻ്റെ 400. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ടേബിൾ ഇതുപോലെ തന്നെ വന്നേക്കുന്നത് നോക്കാം. P1 350, ബ്ലോക്ക് നമ്പർ 2 400 ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 50. P2ൻ്റെത് 6th ബ്ലോക്കിലാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. 250 ആണ് അതിൻ്റെ സൈസ്. അതിൻ്റെ ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 40. ദെൻ തേർഡ് പ്രോസസ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന 4th-ലാണ്. നമ്മൾ തേർഡ് പ്രോസസ്സിന് 4th-ലാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 50, ഇവിടെയും 50 ആണ്. അടുത്ത ഫോർത്ത് പ്രോസസ്സിന്, മറ്റേ തേർഡായിരുന്നു, ഇത് ഫോർത്ത് പ്രോസസ്സിൻ്റെ സൈസ് 400 ആണ്. അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് 3 ആണ്, 403 ആണ്. അതിൻ്റെ സൈസ് 600 ആയിരുന്നു. അപ്പോൾ ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 200. 340 ആണ് വന്ന ഈ സം ഓഫ് ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അത് ഇവിടെ 340 ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം കറക്റ്റാണ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിന് അടുത്ത സാമ്പിൾ ഡാറ്റയിൽ കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ബ്ലോക്ക്സ് 6 തന്നെയാണ്, സെയിം ബ്ലോക്ക് തന്നെയാണ്. 200 400 600 500 300 250. നമ്പർ ഓഫ് പ്രോസസ്സ് 4. പ്രോസസ്സിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. അടുത്തതായിട്ട് 350, ദെൻ 550, ദെൻ 510 400. ഒരു പ്രോസസ്സിനെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ കൊടുത്തത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P1 P2 P4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് P1 P2 P4, P1-ന് സെക്കൻഡ് ബ്ലോക്കിലും P2-ന് തേർഡ് ബ്ലോക്കിലും P4-ന് 4th ബ്ലോക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റേഷൻ 50 50 100, ഇവിടെ 50 50 100. സം ഓഫ് ഇൻ്റർണൽ ഫ്രാഗ്മെൻറ്റ് 200. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാരണം ഇതൊരു ചെറിയൊരു ആൾട്രേഷൻ, നമ്മൾ ഫസ്റ്റ് ഫിറ്റിനകത്ത് ഒരു ചെറിയൊരു ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് ബെസ്റ്റ് ഫിറ്റ് പ്രോഗ്രാമായിട്ട് മാറി. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ഫിറ്റ് എന്ന പ്രോഗ്രാം പഠിച്ച് ഈ അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഫിറ്റ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ പ്രോഗ്രാം ഒന്നുകൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം.